പൊള്ളയായ ബജറ്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കേട്ടോ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്നാമത്തത്, ഈ പറയുന്ന കാരുണ്യ പദ്ധതിക്ക് 700 കോടി രൂപ താങ്കൾ ബജറ്റിൽ വകയിരുത്തുന്നു. അതേസമയം 1550 കോടി രൂപയുടെ കുടിശ്ശികയാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൻ്റെ കണക്കുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതാണ്ട് 1200 കോടി രൂപ സർക്കാർ ആശുപത്രികൾക്കും ബാക്കി 350 കോടി രൂപ സ്വകാര്യ ആശുപത്രികൾക്കും നിങ്ങൾ നൽകാനുണ്ട്. അതുപോലെ സപ്ലൈകോയുടെ വിഷയത്തിൽ 700 കോടി രൂപ നിങ്ങൾ വെക്കുന്നുണ്ട്. 550 കോടി രൂപയോളം നിങ്ങൾക്ക് കുടിശ്ശിക കൊടുത്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ പൈസ നീക്കി വെക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അപ്പുറത്ത് ബാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതൊരു പൊള്ളയായ ബജറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്താണ് അങ്ങയുടെ മറുപടി? നമ്മുടെ സർക്കാരുകൾ എന്നെടുത്താലും ഏത് സർക്കാർ വളരെ ധനപരമായി നല്ല മുന്നേ നിൽക്കുന്ന സ്റ്റേറ്റുകൾ എടുത്താൽ പോലും, അല്ലെങ്കിൽ ഡൽഹി യൂണിയൻ ബഡ്ജറ്റ് എടുത്താൽ പോലും, യൂണിയൻ്റെ കാര്യം എടുത്താൽ പോലും പഴയ കുടിശ്ശികകൾ പലതും കുറച്ച് പൈലിങ്ങപ്പാവും കൊടുത്തു തീർക്കും. അത് ഏത് കാലത്തും ഉള്ളതാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം മാർച്ച് മാസം 1400 കോടിയാണ് എക്സ്ട്രാ ആയിട്ട് കണ്ടെത്തി കേരള ബാങ്കിന് സിവിൽ സപ്ലൈസിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാനുള്ള കടം ആ പഴയ ബോറോയിങ് മാത്രം കൊടുത്തു തീർത്തത്. KTDFCക്ക് 300 കോടിയോളം കൊടുത്തു. അപ്പോൾ 700 കോടിയാണ് വെച്ചത് എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കുന്നില്ല. ഇപ്പം മരുന്ന് മേടിക്കാൻ ഈ പറഞ്ഞ ബഡ്ജറ്റിനകത്ത് മാത്രം നിന്നാണോ 700 കോടി വെക്കുന്നുണ്ട്. പക്ഷേ 1000 1200 കോടിയൊക്കെ ചിലവാക്കേണ്ടി വരുന്നുണ്ട്. അത് ചിലവാക്കേണ്ടി വരും, ചിലവാക്കും. പക്ഷേ കുടിശ്ശിക ഒരിക്കലും ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് സാധാരണഗതി ഗവൺമെൻറ് സിസ്റ്റത്തിന് കാണില്ല. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ മാത്രം അന്ന് വരെയുള്ള എല്ലാ SC/ST സ്കോളർഷിപ്പും OEC സ്കോളർഷിപ്പും എല്ലാ ബില്ല് വന്നതും കൊടുത്തു തീർത്തു. എന്നാലും ഇപ്പോഴും പഴയ കുടിശ്ശിക എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് വെച്ചതല്ല പലപ്പോഴും കൊടുക്കേണ്ടി വരിക. മറ്റൊരു ഉദാഹരണം പറയാം. KSRTCക്ക് 1000 കോടി രൂപയല്ലേ ബഡ്ജറ്റ് വെക്കുന്നത്? 2500 കോടിയുടെ അടുത്ത് കൊടുക്കുന്നില്ലേ? പലപ്പോഴും കൊടുക്കേണ്ടി വരുന്നില്ലേ? അതുകൊണ്ടാണ് ഗവൺമെൻറ് ബാലൻസ് ചിലപ്പോൾ തെറ്റുന്നത്. ആകെ കണക്കി വെച്ചേക്കുന്നിടത്ത് ചിലയിടത്ത് കൂടുതൽ കൊടുക്കേണ്ടി വരും.